വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 45 ഡേയ്സ് ചലഞ്ച് നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് GK വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു ഭാഗമായ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. രണ്ടും മൂന്നും ക്വസ്റ്റ്യൻ വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് 100-ലധികം പദ്ധതികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓരോ പദ്ധതികളും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുകയും വേണം. അപ്പൊ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ 10 ടോപ്പിക് ഇവിടെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ 10 പ്രവർത്തനങ്ങൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിക്കുകയാണ്. പക്ഷെ ചില ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരെണ്ണത്തിൽ തന്നെ 2 കാറ്റഗറി അല്ലെങ്കിൽ 3 കാറ്റഗറി 4 കാറ്റഗറി വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടമാവാച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്നാ ക്ലാസ് തുടങ്ങിയാലോ? അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ പദ്ധതിയുടെ പേര് സമാശ്വാസം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പദ്ധതി 4 പദ്ധതി ഉണ്ട്. സമാശ്വാസം 1, 2, 3, 4 പദ്ധതികളാണ് സമാശ്വാസ പദ്ധതിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ സമാശ്വാസ പദ്ധതി കാറ്റഗറി 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ വൃക്ക തകരാറ് സംഭവിച്ച വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ അവര് വൃക്ക തകരാറ് സംഭവിച്ച എല്ലാവർക്കും ഡയാലിസിസ് ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ വൃക്ക തകരാറ് സംഭവിച്ച ചില ആൾക്കാർക്ക് മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? ഡയാലിസിസ്. സാധാരണ രീതിയിൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം വരെ ചെയ്യണവരുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് വൃക്ക തകരാറ് സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ട BPL വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക ധനസഹായം നൽകാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി എന്ത്? സമാശ്വാസം 1. എന്താണ്? വൃക്ക തകരാറ് സംഭവിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡയാലിസിസ് നടത്തേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെട്ട രോഗികളെ സഹായിക്കാനായി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി. ഇപ്പൊ നമ്മൾ നോക്കണം, BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, വൃക്ക തകരാറിലായിട്ടുള്ള ആൾക്കാരാണ്, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒറ്റ പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് നടത്തിക്കൊള്ളണം. ഇനിയോ ഇവർക്ക് അനുവദിക്കുന്ന ധനസഹായം 1100 രൂപയാണ്. ഒരു മാസത്തിൽ ഒരിക്കൽ 1100 രൂപ കൊടുക്കും. അതാണ് സമാശ്വാസം കാറ്റഗറി 1. ഇനി സമാശ്വാസം പദ്ധതി രണ്ടാമത്തെ സെക്കൻഡ് അല്ലെങ്കിൽ കാറ്റഗറി 2 എങ്ങനെയാണെങ്കിൽ വൃക്ക അതുപോലെ തന്നെ കരൾ എന്നിവ മാറ്റിവെക്കാനായിട്ട് ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുള്ള രോഗികൾക്ക്, അപ്പൊ വൃക്ക മാറ്റിവെക്കുന്ന എന്താ പറയുന്നത്, ശസ്ത്രക്രിയ നടത്തിയവര്, കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയവര്, അവർക്ക് ആ ശസ്ത്രക്രിയ എന്നാണോ കഴിഞ്ഞത് അതു മുതൽ 5 വർഷം വരെ ധനസഹായം കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി. ഇപ്പൊ വൃക്കയോ കരളൊക്കെ മാറ്റിവെച്ചിട്ടുള്ള ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള രോഗികൾക്ക് ധനസഹായം കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി സമാശ്വാസം പദ്ധതി 2. ഇനി ഇവരുടെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ധനസഹായം കിട്ടണമെങ്കിൽ ഇവരുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപ വരെയാകണം. അപ്പൊ ഒരു വർഷം നമ്മളിപ്പോ ആനുവൽ ഇൻകം പറയില്ലേ, വാർഷിക വരുമാനത്തെ കുറിച്ച് നമ്മൾ പറയില്ലേ, അത് 1,00,000 രൂപ വരെ ഉള്ളവർക്കേ ഈ പ്രയോജനം ലഭിക്കുള്ളൂ. അല്ലാണ്ട് BPL APL അങ്ങനെ കാറ്റഗറി ഒന്നും പറയില്ല. വർഷത്തില് 1,00,000 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 1,00,000 രൂപ വരെ, അങ്ങനെയാ പറയണേ, 1,00,000 രൂപ വരെ വർഷ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് കിട്ടാം. ഈ പദ്ധതി പ്രകാരം 1000 രൂപയാണ് പ്രതിമാസം കിട്ടുക. സമാശ്വാസമായിട്ട് എത്ര കിട്ടും? 1000 രൂപ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്? വൃക്ക തകരാറിലായവർക്ക് സമാശ്വാസം 1, അവര് BPL ഉള്ള ആൾക്കാരായിരിക്കണം, മാസത്തിൽ ഒരിക്കലെങ്കിലും ഡയാലിസിസ് വേണം, അവർക്ക് 1100 രൂപ കിട്ടും. സമാശ്വാസം പദ്ധതി 2, വൃക്കയോ കരളോ മാറ്റിവെക്കണ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുള്ള രോഗികൾക്ക് 5 വർഷം വരെ പ്രതിമാസം 1000 രൂപ കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ചു. പക്ഷെ ഇത്തരം രോഗികളുടെ വാർഷിക വരുമാനം എത്രയാണ്? വാർഷിക വരുമാനം 1,00,000 രൂപയേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ 1,00,000 രൂപ വരെയുള്ളവർക്ക്. ഇനി സമാശ്വാസം പദ്ധതി 3 കാറ്റഗറി 3
രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടറുകളായ 8, 9, 11, 13 എന്നിവയുടെ കുറവ് മൂലം ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് വരുമാന പരിധി ബാധകമാകാതെ പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി 3. അപ്പൊ ഇവിടെ BPL ലിസ്റ്റോ എന്താ പറയുന്നത് അവരുടെ വാർഷിക വരുമാനം ഒന്നും നോക്കണ്ട. അതായത് എന്താണ് നമ്മള് രക്തം കട്ട പിടിക്കാത്ത അസുഖമാണ് അല്ലെ, മുറിവിക്കൂടെ രക്തസ്രാവം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസുഖമാണ് ഹീമോഫീലിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടറുകൾ ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഹീമോഫീലിയ വരും. അപ്പൊ ഹീമോഫീലിയോ അതിന്റെ അനുബന്ധമായിട്ടുള്ള രോഗമോ ബാധിച്ച ആൾക്കാർക്ക് യാതൊരുവിധ എന്താ പറയാ വരുമാന നിയന്ത്രണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകണ പദ്ധതിയുടെ പേരാണ് സമാശ്വാസം പദ്ധതി 3. ക്ലിയർ ആയല്ലോ? സമാശ്വാസം 1, സമാശ്വാസം 2, സമാശ്വാസം 3. ഇനി സമാശ്വാസം പദ്ധതി 4. എന്താണ് സമാശ്വാസം പദ്ധതി 4? സംസ്ഥാനത്ത് അരിവാൾ രോഗം ബാധിച്ച പട്ടികവർഗക്കാർ അല്ലാത്ത രോഗികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അപ്പൊ പട്ടികവർഗക്കാർക്ക് വേറെ പദ്ധതി ഉണ്ട്, അപ്പൊ പട്ടികവർഗക്കാരെ ഇതിൽ പെടുത്തിയിട്ടില്ല. പിന്നെ എന്തായിരിക്കണം? അരിവാൾ രോഗം ബാധിച്ച ആൾക്കാരായിരിക്കണം. അപ്പൊ കേരള ഗവൺമെന്റിന്റെ കീഴിൽ, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ജോഗ്രഫിക്കൽ ഏരിയയില് അരിവാൾ രോഗം ബാധിച്ച പട്ടികവർഗക്കാരല്ലാത്ത രോഗികൾ ഉണ്ടെങ്കിൽ അവരെ ഗുണഭോക്താക്കളായിട്ടുള്ള പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി 4. സമാശ്വാസം പദ്ധതി ഈ 4ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 2000 രൂപ പ്രതിമാസം കിട്ടും. 2000 രൂപയുണ്ട്. ഇനി അടുത്തത്, രോഗി ഒരു BPL അതായത് ദാരിദ്ര്യത്തിന് താഴെ കുടുംബത്തിൽ നിന്നായിരിക്കണം. അപ്പോ ഇങ്ങനെ അരിവാൾ രോഗം ബാധിച്ച രോഗി പട്ടികവർഗക്കാരനാകാൻ പാടില്ല, BPL ലിസ്റ്റിലുള്ള ആളുമായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് പ്രതിമാസം 2000 രൂപ ധനസഹായം കിട്ടുക എന്ന് പറഞ്ഞു. കൂടാതെ അപേക്ഷകർ അരിവാൾ രോഗം ബാധിച്ചവരോ അല്ലെങ്കിൽ HPS കോമ്പിനേഷൻ ബാധിച്ചവരോ ആണെന്ന്, ഒന്നുകിൽ അരിവാൾ രോഗം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന്റെ അനുബന്ധം അല്ലെ, അപ്പൊ അല്ലെങ്കിൽ HPS കോമ്പിനേഷൻ ബാധിച്ചവരോ ആണെന്ന് ഹൈ പെർഫോമിംഗ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി വഴി കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഈ ടെസ്റ്റ് വഴി കണ്ടെത്തിയ ആൾക്കാർക്കാണ് എന്ത് കൊടുക്കുക നമ്മള്? പ്രതിമാസം 2000 രൂപ അരിവാൾ രോഗം. അങ്ങനെയാണ് BPL ലിസ്റ്റിൽ ഉള്ളവർക്ക്. ക്ലിയർ ആയില്ലോ? അതാണ് സമാശ്വാസം പദ്ധതി 4 എന്ന് പറയുന്നത്. ഇപ്പൊ സമാശ്വാസത്തിന്റെ 4 കാറ്റഗറിയാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കൂ. അടുത്ത പദ്ധതിയുടെ പേര് ആശ്വാസകിരണം എന്നാണ്. എന്താ ആശ്വാസകിരണം? അതായത് കിടപ്പ് രോഗികൾ, നമ്മൾ പറയില്ലേ ശയ്യാവലംബർ എന്നൊക്കെ പറയില്ലേ, അതെ, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക്. അപ്പൊ കിടപ്പ് രോഗികളാകുമ്പോൾ അവർ ഫുൾ ടൈം കിടക്കുക, അപ്പൊ അവരെ പരിചരിക്കുന്ന ആൾക്കാർക്ക് ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റില്ല. അങ്ങനെ പൂർണ്ണമായും കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയുടെ പേരാണ് ആശ്വാസകിരണം. എന്താണ്? പൂർണ്ണമായിട്ടും കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതി. അപ്പോ ആശ്വാസകിരണം പദ്ധതിക്ക് ആർക്കൊക്കെ പറ്റുക? മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാർ, പൂർണ്ണമായും കിടപ്പിലായവര്, ഓട്ടിസമോ അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം അങ്ങനെയൊക്കെ ബാധിച്ചിട്ട് പൂർണ്ണമായിട്ടും കിടപ്പിലായവരോ, പ്രായാധിക്യം കൊണ്ട് കിടപ്പിലായവരോ, ക്യാൻസർ വന്നിട്ട് കിടപ്പിലായവരോ, 100% അന്ധരായിട്ടുള്ള ആൾക്കാർ, അവരിപ്പോ കിടപ്പിലായ പോലെയാണ്. കാരണം അവർക്ക് എവിടേക്ക് പോകണമെങ്കിൽ നടക്കണമെങ്കിൽ ഒക്കെ ഒരാളുടെ പ്രൊട്ടക്ഷൻ വേണം അല്ലെ. അപ്പൊ അത്തരം ആൾക്കാരെ പരിചരിക്കുന്നവർക്കാണ് ആശ്വാസകിരണം പദ്ധതി പ്രകാരം പ്രതിമാസം 600 രൂപ ഗവൺമെന്റ് കൊടുക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാൻ കാരണം, നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള നല്ലൊരു എക്സാമിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ മാത്രം ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അത് എത്ര പേരെ അവര് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാം എന്നാണ് നോക്കുക, അല്ലാണ്ട് നിങ്ങളെ ലിസ്റ്റിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നല്ല അവർ നോക്കുക. അപ്പൊ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിൽ ചോദ്യങ്ങളും നമുക്ക് വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പൊ എന്താ പറഞ്ഞ, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവര്, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മാനസിക രോഗം ബാധിച്ച ആൾക്കാര്, പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ ഒക്കെ കൊണ്ടും കിടപ്പിലായിട്ടുള്ള ആൾക്കാര്, 100% അന്ധര്, ഇവരെ
അവരെയൊക്കെ പരിചരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ കൊടുക്കുന്ന സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം. ഈ ആശ്വാസ കിരണം ധനസഹായത്തിന് അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മറ്റു പെൻഷൻ കിട്ടുന്നതിനൊന്നും തടസ്സമില്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ മറ്റെല്ലാ പെൻഷനുകളും വാങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റും കൂടി ഉണ്ട്. അപ്പൊ ആശ്വാസകിരണം ധനസഹായത്തിന് അർഹരായവർക്ക് മറ്റു പെൻഷനുകൾ വാങ്ങുകയും ചെയ്യാം. ഇനി ആശ്വാസകിരണം പെൻഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം? സർക്കാർ അല്ലെങ്കിൽ വയോമിത്രം അല്ലെങ്കിൽ NHRM ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ഇങ്ങനെ ഒരു രോഗി അവിടെ കിടക്കുന്നുണ്ട് എന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. BPL റേഷൻ കാർഡ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കണം. കൂടാതെ ആധാർ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇത് മൂന്നും കൊടുത്ത് ഒരു അപേക്ഷയും കൂടി കിട്ടുമ്പോഴാണ് ആശ്വാസ കിരണം പദ്ധതിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്ലൈ ചെയ്ത മാസം നമുക്ക് 600 രൂപ ധനസഹായം കിട്ടാട്ടോ. ഇത് ആശ്വാസ കിരണം. അപ്പൊ സ്പെഷ്യൽ ആശ്വാസ കിരണം എന്താണ്? അടുത്ത പോയിന്റ് ആട്ടോ, അടുത്ത പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസ കിരണം. നേരത്തെ നമ്മള് സമാശ്വാസം 1, 2, 3, 4 പഠിച്ചില്ലേ? അപ്പൊ ആശ്വാസ കിരണം. അടുത്തത് സ്പെഷ്യൽ ആശ്വാസ കിരണം. എൻഡോസൾഫാൻ ദുരിതബാധിതരായി കിടപ്പിലായവര്. അപ്പൊ എൻഡോസൾഫാൻ പ്രശ്നം നേരിടുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. പെട്ര, സ്വർഗ തുടങ്ങിയവ ഗ്രാമങ്ങളാണ്. അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലെ എൺമകാജെ എന്ന് പറയുന്ന നോവൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൃതിയാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ എൻഡോസൾഫാൻ ദുരിതബാധിതരായി കിടപ്പിലായവർ ആൾക്കാര്, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാര്, അതുപോലെ തന്നെ ജനിക്കുമ്പോ തന്നെ മന്ദബുദ്ധിയായിട്ട് ജനിക്കുന്ന കുട്ടികൾ, അങ്ങനെ മുഴുവൻ സമയവും പരിചാരകന്റെ സേവനം ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന ആശ്വാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്പെഷ്യൽ ആശ്വാസ കിരണം. അപ്പൊ എൻഡോസൾഫാൻ ദുരിതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് സ്പെഷ്യൽ ആശ്വാസ കിരണം കൊടുക്കുക. ആശ്വാസ കിരണം എന്താണ്? ശയ്യാവലംബർ, അതിൽ കുറെ കാറ്റഗറി ഉണ്ട്. സ്പെഷ്യൽ ആശ്വാസ കിരണം എൻഡോസൾഫാൻകാർക്കാണ് കേട്ടോ. അടുത്ത 4ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 4ാമത്തെ പദ്ധതി വയോമിത്രം എന്നാണ്. എന്താ വയോമിത്രം? സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടി സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. അതായത് 65 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചും കൂടിയും അവർക്ക് മാനസിക ആയിട്ടുള്ള സന്തോഷം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പരിചരണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സാമൂഹിക സുരക്ഷാ മിഷൻ ഒരു പദ്ധതി കൊണ്ടുവന്നു. അതാണ് വയോമിത്രം. ഈ പദ്ധതി മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏരിയയിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ പരിരക്ഷയെ ഉറപ്പു നൽകുന്നതാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ താമസിക്കുന്നവരായിരിക്കണം, 65 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം. ഇനി എന്താ പറയണേ? ഈ പദ്ധതി പ്രകാരം എന്തൊക്കെ സേവനം കിട്ടും? കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് പാലിയേറ്റീവ് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യും. വയോജനങ്ങൾക്ക് വേണ്ടി മൊബൈൽ ക്ലിനിക്കുകൾ പ്രൊവൈഡ് ചെയ്യും. വയോജനങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട്. കൂടാതെ മെഡിക്കൽ ക്യാമ്പുകള്, അവർക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് വിനോദ പരിപാടികള്, സ്പോൺസർഷിപ്പ് പ്രോഗ്രാമുകള്, കൗൺസിലിങ്ങുകള്, ആരോഗ്യക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രത്യേക ദിന പരിപാടികൾ. അതിപ്പോ ആരോഗ്യ ദിനം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ വരുന്നു, അപ്പൊ അവർക്ക് ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ അവയർനെസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് വയോമിത്രം. അപ്പൊ വയോമിത്രം മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏരിയ ആണെന്നും 65 വയസ്സിന് മുകളിലുള്ളവരാണെന്നും അവർക്ക് ഒരു സംരക്ഷണത്തിനും അവരുടെ പരിപാലനത്തിനും വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷൻ കൊണ്ടുവന്ന പദ്ധതിയാണെന്നും ഓർത്തു വെക്കണം കേട്ടോ. അതാണ് എന്ത്? വയോമിത്രം. ഇനി എന്താണ് വയോ അമൃതം? 5th പ്ലാൻ, അടുത്ത പദ്ധതിയാണ് വയോ അമൃതം. എന്താ വയോ അമൃതം? ഇതും സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതി തന്നെയാണ്. പക്ഷേ സർക്കാർ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, സർക്കാരിന്റെ വൃദ്ധസദനങ്ങളിൽ മക്കളില്ലാണ്ടും വഴിയരികിലൊക്കെ അച്ഛനമ്മമാരെയൊക്കെ ആരും ഇല്ലാണ്ട് കിടക്കുന്ന ആൾക്കാരെയും അങ്ങനെ പ്രായ ആൾക്കാരെയും അസുഖം ബാധിച്ച് ഓരോരുത്തരും ഉപേക്ഷിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ സർക്കാരിന്റെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുചെന്നാക്കും. അങ്ങനെ ആക്കുമ്പോൾ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക്
ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പാക്കുന്ന പദ്ധതി. അപ്പൊ ഇതില് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഹെൽപ്പും കൂടി ഇവിടെ വരുന്നുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. ഇത് തുടങ്ങിയത് 2014-15 കാലയളവിലാണ് കേട്ടോ. ഈ പദ്ധതിയിലൂടെ ഓരോ വൃദ്ധസദനത്തിലും ഒരു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, ഒരു അറ്റൻഡർ ഉണ്ടാവും. അവരുടെയൊക്കെ ദിവസവേതന അടിസ്ഥാനത്തിൽ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവർക്ക് സഹായത്തിനായിട്ട് അപ്പൊ എന്താ പറഞ്ഞേ, അതായത് ഭാരതീയ ചികിത്സാ വകുപ്പും കേരള സാമൂഹിക നീതി വകുപ്പും കൂടെ സഹകരിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം. 2014-15 ആരംഭിച്ചു. ഈ പദ്ധതി പ്രകാരം ഓരോ വൃദ്ധസദനത്തിലും ഒരു ആയുർവേദ മെഡിക്കൽ ഓഫീസറും ഒരു അറ്റൻഡറും ഒക്കെ ഉണ്ടാവും ഇവരെ സഹായിക്കാൻ. ക്ലിയർ ആയല്ലോ. അടുത്ത പരിപാടിയുടെ പേര് വയോരക്ഷ എന്നാണ്. എന്താ വയോരക്ഷ? സാമൂഹിക, സാമ്പത്തിക, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക്, നേരത്തെ പറഞ്ഞ പോലെ പ്രായപൂർത്തിയായവർക്ക്, അതായത് എന്താ പറയാ, നമ്മള് 60 വയസ്സ് 65 വയസ്സൊക്കെ ആയ ആൾക്കാർക്ക് അടിയന്തര സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരെ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പരിപാടിയുടെ പേരാണ് എന്ത്? വയോരക്ഷ. അപ്പൊ ഇത് ആർക്കൊക്കെയാ ഈ ഒരു ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ, സമൂഹത്തിലെ ഏതെങ്കിലും പുറമെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആൾക്കാര്, സംരക്ഷിക്കാൻ ബന്ധുക്കളില്ലാത്ത, മക്കളൊന്നുമില്ല, ഇപ്പൊ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു, അവർക്ക് വേറെ റിലേറ്റീവ്സ് ഒന്നുമില്ല, അങ്ങനെ സംരക്ഷിക്കാൻ ബന്ധുക്കളില്ലാത്ത ആൾക്കാര്, നിർധനരായിട്ടുള്ള ആൾക്കാര്, കാശും കഴിവൊന്നും ഇല്ലാത്ത ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാർക്ക് അടിയന്തര പ്രാഥമിക ശുശ്രൂഷ നൽകുക, അടിയന്തര ശസ്ത്രക്രിയ കൊടുക്കുക, കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സ കൊടുക്കുക, ആംബുലൻസ് സേവനം കൊടുക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെയാണ് വയോരക്ഷയിലുള്ളത്. അപ്പൊ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയവർക്കോ, സംരക്ഷിക്കാൻ ബന്ധുക്കളില്ലാത്തവർക്കോ, നിർധനരായ വയോജനങ്ങൾക്കോ എന്തു കൊടുക്കുകയാണ്? അടിയന്തര പ്രാഥമിക ശുശ്രൂഷ, അടിയന്തര ശസ്ത്രക്രിയ. അപ്പൊ കോവിഡ് പോലുള്ള അസുഖങ്ങൾ, മഹാമാരികൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചികിത്സ, ആംബുലൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആംബുലൻസ് സേവനങ്ങൾ കൊടുക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും മെഷീനറികളുടെ ഒക്കെ ആവശ്യമുണ്ടോ, ഉപകരണങ്ങൾ, ഇപ്പൊ നമുക്കറിയാം കട്ടിലുകൾ വേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരും, ഗ്ലൂക്കോമീറ്റർ പോലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് പ്രത്യേകം കിടക്കാനുള്ള ബെഡൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്താന്ന് പറയുന്നത്? വയോരക്ഷ. ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കൂ, അടുത്തതിന്റെ പേര് വയോ മധുരം എന്നാണ്. മധുരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ഇത് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ BPL വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ, BPL വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. വയസ്സായിട്ടുള്ള, പ്രായപൂർത്തിയല്ല, നമ്മൾ എന്താ പറയാ, അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർ, 60-65 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, വയോജനങ്ങൾക്ക്, BPL വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഗ്ലൂക്കോമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. വയോമധുരം. ഇനി അടുത്തത് സ്നേഹയാനം. എന്താ സ്നേഹയാനം എന്ന് പറഞ്ഞാൽ? സ്നേഹയാനം ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, അങ്ങനെ ഒന്നിലധികം വൈകല്യങ്ങൾ ബാധിച്ച ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക്, കണ്ടോ, അതായത് ചില അമ്മമാര് കഴിവില്ലാത്ത, അല്ലെങ്കിൽ സ്വന്തമായി വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലാത്ത അമ്മമാര്, ആ അമ്മമാരുടെ മക്കൾ ഓട്ടിസം ബാധിച്ചവരായിരിക്കാം, ബുദ്ധിമാന്ദ്യമുള്ളവരായിരിക്കാം, സെറിബ്രൽ പാൾസി ഒക്കെ ഉള്ളവരായിരിക്കും. അത്തരം അമ്മമാർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് സൗജന്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹയാനം. സാമൂഹിക നീതി വകുപ്പാണ് അത് കൊടുക്കുന്നത്. സൗജന്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോ പ്രൊവൈഡ് ചെയ്യുന്നു. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ ഒന്നിലധികം വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികളുടെ അമ്മമാർക്ക് ഉപജീവനം കണ്ടെത്തും കേട്ടോ.
അടുത്ത നോക്കൂ, നിരാമയ. ഒരു പദ്ധതിയുടെ പേരാണ് നിരാമയ കേട്ടോ. അപ്പൊ 9ാമത്തെ പദ്ധതിയാണ് നമ്മൾ പറയണേ നിരാമയ. എന്താ നിരാമയ? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ്. കണ്ടോ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ കിടന്ന കാശ് നമുക്ക് കൊടുക്കാനില്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെ. അപ്പൊ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയുടെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരെന്താണെന്നാ പറയുന്നത്? നമ്മൾ നിരാമയ എന്നാണ്. നാഷണൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ. അപ്പൊ നാഷണൽ ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴിയാണ് ഈ സ്കീമൊക്കെ നമുക്ക് അതിലൊരു സ്കീമാണ് നിരാമയ. വേറൊന്നുമില്ല, നമ്മൾ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 1 ലക്ഷം രൂപ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. അപ്പൊ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള ഒരു വർഷത്തിൽ നമുക്ക് 1 ലക്ഷം രൂപ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 1 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് കേട്ടോ. ഇനി പരിരക്ഷ എന്താ? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ നിരാമയാണ്, ഇനി അടുത്ത പറയുന്നത് പരിരക്ഷയാണ്. എന്താ പരിരക്ഷ എന്ന് പറഞ്ഞാൽ അതായത് അംഗപരിമിതർക്ക്, നേരത്തെ പറഞ്ഞത് ഇൻഷുറൻസ് ആണ് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പരിപാടിയാണ് പരിരക്ഷാ പദ്ധതിയിലെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ അങ്ങനെയുള്ള യാതൊരുവിധ ഭേദമില്ല, എല്ലാവർക്കും എന്തു കൊടുക്കുന്നു? അടിയന്തര സഹായം നൽകുന്നു. സേവനത്തിന് ദാരിദ്ര്യരേഖ പദവി, അങ്ങനെയുള്ള പദവി പരിധി ഒന്നും നോക്കില്ല. ഒരു ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവരാണോ അങ്ങനെയൊന്നും നോക്കില്ല. അതുപോലെ തന്നെ ഇവർക്ക് സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ ഇവർക്ക്, അല്ലെങ്കിൽ പട്ടികജാതിക്കാര് പട്ടികവർക്കാര് അങ്ങനെയൊക്കെ വേറെ വേറെ പരിപാടികളുണ്ടല്ലോ, അതൊന്നും നോക്കില്ല. അടിയന്തര പ്രാഥമിക ശുശ്രൂഷ നൽകുക, അടിയന്തര ശസ്ത്രക്രിയ കൊടുക്കുക, ആംബുലൻസ് സേവനം കൊടുക്കുക, വസ്ത്രം ഭക്ഷണം കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു തുക ഇവർക്ക് വിനിയോഗിക്കാം. അതാണ് എന്തുദ്ദേശിക്കുന്ന പരിരക്ഷ. ഉപേക്ഷിക്കപ്പെട്ട അംഗപരിമിതരെയും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അംഗപരിമിതരെയും പുനരധിവസിപ്പിക്കുന്നതിനും പ്രകൃതി ദുരന്തത്തിനും അങ്ങനെയൊക്കെ ഇരയായ ആൾക്കാരുണ്ടല്ലോ അംഗപരിമിതർക്ക്, അവർക്ക് അടിയന്തര വൈദ്യസഹായം, ഭക്ഷണം തുടങ്ങിയവ നൽകുന്നതിനും അംഗപരിമിതർക്കുണ്ടാകുന്ന ഗുരുതരമായ പൊള്ളലുകൾക്ക് വൈദ്യസഹായം നൽകുന്നതിനും ഒക്കെ കൊടുക്കാൻ ഒരു തുക കൊടുക്കുന്ന പരിപാടിയാണ് പരിരക്ഷ. അപ്പൊ അംഗപരിമിതർക്ക് അടിയന്തര സഹായം കൊടുക്കുന്ന പദ്ധതി പരിരക്ഷ. അംഗപരിമിതർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണോ നോക്കണില്ല, സ്ത്രീയാണോ നോക്കണില്ല, പുരുഷനാണോ നോക്കണില്ല, ട്രാൻസ്ജെൻഡർ ആണോ നോക്കണില്ല, ആരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവർക്കും അടിയന്തര പ്രാഥമിക ശുശ്രൂഷ, ശസ്ത്രക്രിയ, ആംബുലൻസ് സേവനം, വസ്ത്രം, ഭക്ഷണം ഒക്കെ അത്യാവശ്യമാണ്, കൊടുക്കുകയാണ്. അപ്പൊ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരാവാം, ചിലർ അലഞ്ഞു തിരിഞ്ഞ് നടക്കണവരാവാം, ചിലർ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നപ്പോ ആരും ഇല്ലാണ്ടായി പോയവരപ്പൊ നമ്മൾ വയനാട് ദുരന്തമൊക്കെ കണ്ടു അല്ലെ. അങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണമോ വസ്ത്രമോ അതുപോലെ തന്നെ എന്താ പറയുന്നത് വൈദ്യസഹായം അടിയന്തരമായിട്ട് നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പൊള്ളലൊക്കെ ഏറ്റിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വൈദ്യസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പരിരക്ഷ. അപ്പൊ നമ്മൾ ഇന്ന് എത്ര പദ്ധതികൾ പഠിച്ചു പറയോ? 10 പദ്ധതികളാ പഠിച്ചത്. എന്റെ ഈ ഞാൻ പറഞ്ഞ 10 പദ്ധതികളും ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭംഗിയായി മനസ്സിലായി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഞങ്ങൾക്ക് ഇത് മനസ്സിലായി ടീച്ചറെ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും നെഗറ്റീവ് വശങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് എന്താണ്, അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.